പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്പിരിച്വൽ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് WWE പറ്റിയാണ്. WWE ശരിക്കും ഉള്ളതാണോ? അവർ യഥാർത്ഥത്തിൽ ഫൈറ്റ് ചെയ്യുകയാണോ? നമുക്ക് കുട്ടിക്കാലം ഇതൊന്നും അറിയില്ലായിരുന്നു. നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ 2K കിഡ്സിൻ്റെയും 90 കിഡ്സിൻ്റെയും കാര്യമാണ് കേട്ടോ. നമ്മുടെ കുട്ടിക്കാലത്തിൽ നാം ഒരുപാട് ഇവരുടെ ഫൈറ്റ് കണ്ട് രസിച്ചവരാണ്. അന്നൊന്നും നമുക്കറിയില്ലായിരുന്നു ഇത് ഒറിജിനൽ അല്ലെന്ന്. ഇവർ വരുന്നതും ഫൈറ്റ് ചെയ്യുന്നതും എല്ലാം അവരുടെ ഓരോ മൂവ്മെൻറ്റ്സും ടാക്കിൾസും എല്ലാം നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. അണ്ടർടേക്കർ, കെയ്ൻ, ട്രിപ്പിൾ എച്ച്, ജോൺ സീന, ബിഗ് ഷോ, റാൻഡി ഓർട്ടൻ, ബറ്റിസ്റ്റ ഇവരെല്ലാം അടിപൊളിയാണ്. അണ്ടർടേക്കർ അദ്ദേഹത്തിൻ്റെ വരവും ആ കണ്ണ് മുകളിലേക്ക് എടുക്കുന്നതും അദ്ദേഹത്തിൻ്റെ ആ മണിശബ്ദവും കേൾക്കുമ്പോൾ എല്ലാ ആരാധകരുടെ മുന്നിൽ ആഹ്ലാദം നിറയും. അണ്ടർടേക്കറിൻ്റെ ഫേവറേറ്റ് മൂവ്മെൻറ്റും ഒക്കെ അടിപൊളിയാണ്. അണ്ടർടേക്കർ ഒരാളുടെ കൈ പിടിച്ച് ആ റിങ്ങിന് മേലെ കൂടെ നടക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഫിനിഷിങ്ങും എല്ലാം ഇഷ്ടമാണ്. 21-0 എന്ന സ്ട്രൈക്ക് റസൽമേനിയയിൽ അതുവരെ ആരും തോൽപ്പിച്ചിട്ടില്ലായിരുന്നു. അതിനുശേഷം 21-1 എന്ന നിലയിലേക്ക് ബ്രോക്ക് ലെസ്നർ അണ്ടർടേക്കറിൻ്റെ സ്ട്രൈക്ക് നശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് അണ്ടർടേക്കർ റോമൻ റെയ്ൻസിനോടും തോറ്റു. തുടർന്ന് അണ്ടർടേക്കർ അവസാനം AJ സ്റ്റൈലിനെ പരാജയപ്പെടുത്തി അണ്ടർടേക്കർ വിരമിക്കുകയാണ് ചെയ്തത്. കെയ്നിൻ്റെ കാര്യമാകട്ടെ, 2000-ലെ കെയ്ൻ വളരെയധികം ശക്തമായിരുന്നു. അത്തരം തീവ്രമായൊരു റെസ്ലർ അതിന് മുൻപോ ശേഷമോ ഉണ്ടായിരുന്നു എന്ന് സംശയമാണ്. കെയ്ൻ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രൈം നഷ്ടപ്പെട്ടു. പിന്നീട് അദ്ദേഹം ഒരു കോമഡി കഥാപാത്രമാവുകയാണ് ചെയ്തത്. ഒരു ടെറർ കഥാപാത്രത്തിൽ നിന്നും ഒരു കോമഡി കഥാപാത്രമായി മാറുകയാണ് കെയ്ൻ ഉണ്ടായത്. കെയ്നോട് ചെയ്തത് അനീതി എന്നും പറയാം. പിന്നീട് ഇവർ യുദ്ധം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ രക്തം പൊഴുകുകയല്ല ചെയ്യുന്നത്. എന്നാൽ ചില സാഹചര്യത്തിൽ തലയടിക്കുമ്പോഴും ചെറിയ കമ്പികൾ കുത്തിക്കയറി മുറി വരാനുമുണ്ട്. ഡ്രൂ മാക്കിൻടയറിൻ്റെ തല മുറിഞ്ഞ് യഥാർത്ഥത്തിൽ രക്തം വരിക തന്നെയായിരുന്നു. ഇവർ ചെറിയ ബ്ലഡ് ക്യാപ്സൂൾസ് വായിൽ വെച്ച് കടിച്ചമർത്തുമ്പോഴും ബ്ലഡ് ക്യാപ്സൂൾസ് തലയിൽ വെച്ച് പൊട്ടിക്കുമ്പോഴും രക്തം വരികയാണ് ചെയ്യുന്നത്. റൈ മിസ്റ്റീരിയോൻ്റെ വീഡിയോ ഇതിന് ഉദാഹരണമാണ്. റൈ മിസ്റ്റീരിയോ സ്റ്റേജിലേക്ക് ചാടി വരുന്നതും എതിരാളികളെ പല രീതിയിൽ തിരിച്ചടിക്കുന്നതിനും ക്രോസ് ബോച്ച് അദ്ദേഹത്തിൻ്റെയും എല്ലാതും അടിപൊളിയാണ്. പിന്നീട് നമുക്ക് നോക്കാൻ പോകുന്നത് ജോൺ സീനയെ പറ്റിയാണ്. ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആരാധകർ വരെ ജോൺ സീനയുടെ ആരാധകരാണ്. അദ്ദേഹത്തിൻ്റെ ആ റിങ്ങിലൂടെയുള്ള എൻട്രിയും അദ്ദേഹത്തിൻ്റെ തൊപ്പിയും അദ്ദേഹത്തിൻ്റെ യു ക്യാൻ സീ മീ എന്നുള്ള മൂവ്മെൻറ്റും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എന്നും ജനങ്ങളുടെ ഇടയിൽ നിറങ്ങുന്ന ഒരു താരമാണ് ജോൺ സീന. റോക്കാകട്ടെ തൻ്റെ ഹോളിവുഡ് സിനിമകളുടെ ഇടയിൽ റസൽമേനിയ സമയത്ത് മാത്രമേ അദ്ദേഹത്തെ ഇപ്പോൾ കാണാറുള്ളൂ. എന്നാൽ മുൻപ് 2000-ൻ്റെ ആ സമയങ്ങളിൽ റോക്ക് WWE ഭരിക്കുന്ന ഒരു സമയം തന്നെ ആയിരുന്നു. സ്റ്റീവ് ഓസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ പ്രൈം ടൈമിൽ WWE ഒരു താങ്ങ് തന്നെ ആയിരുന്നു. ഇന്നത്തെ കാലഘട്ടത്താവട്ടെ കുറച്ച് മാറി 2015കളിൽ ഒരു ടീം വന്നു. അവരുടെ പേരാണ് ഷീൽഡ്. റോമൻ റെയ്ൻസ്, സെത്ത് റോളിൻസ്, ഡീൻ ആംബ്രോസ്. ഈ ത്രയങ്ങളെ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? WWE ഫാൻസിനെ ഒട്ടുമിക്ക പേർക്കും ഇവരറിയാം. ഇവർ വന്നതിന് ശേഷം ഇവർ ഒരുപാട് മത്സരങ്ങൾ ജയിച്ചു. ഇവർ 3 പേരും പല അണ്ടർടേക്കർ അടക്കം വലിയ താരങ്ങളെ എടുത്ത് എറിയുകയും ഉണ്ടായി. പല വിജയങ്ങളും അവർ കരസ്ഥമാക്കി. തുടർന്ന് സെത്ത് റോളിൻസ്, ഡീൻ ആംബ്രോസിൻ്റെ റോമൻ റെയ്ൻസിൻ്റെയും ബാക്കിലേക്ക് അടിച്ച് അവർ പിരിയുകയും ചെയ്തു. അതിനുശേഷം ഡീൻ ആംബ്രോസ് 2019 AEWയിലേക്ക് പോയി. അതിനുശേഷം ആ ത്രയം അവസാനിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് റോമൻ റെയ്ൻസിൻ്റെ വിജയഗാഥ തുടരുകയായിരുന്നു. ഒരു തോൽവിയും പോലും ഇല്ലാതെ അദ്ദേഹം WWE സ്വന്തം ചുമലിലേറ്റി നടത്തിയ 3 വർഷങ്ങൾ. പിന്നീട് കോഡി റോഡ്സുമായി ഉണ്ടായ ഫൈനൽ റസൽമേനിയയിൽ തൻ്റെ കിരീടം നഷ്ടപ്പെട്ടു. എങ്കിലും എല്ലാവരുടെയും മനസ്സിൽ ഒരു നിറയാത്തൊരു കനവായി റോമൻ റെയ്ൻസ് മാറുന്നു. പിന്നീട് റാൻഡി ഓർട്ടൻ, അദ്ദേഹത്തിൻ്റെ വരവും 2 കൈ പൊന്തിച്ച് സൈഡിലേക്കുള്ള നോട്ടവും അദ്ദേഹത്തിൻ്റെ എൻട്രിയും അതൊന്നും വേറെ തന്നെയാണ്. റാൻഡി ഓർട്ടൻ എന്ന് പറഞ്ഞാൽ RKO. ആ മൂവ്മെൻറ്റ് എപ്പോൾ വരും, എങ്ങനെ എതിരാളികളുടെ കഴുത്ത് പിടിച്ച് നിലത്തടിക്കുമെന്ന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. അത് ചെയ്താൽ നോക്കൗട്ടാണ്. WWE എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഡേഞ്ചറസ് മൂവ് അത് തന്നെ ആയിരിക്കും. പിന്നെ സെത്ത് റോളിൻസിൻ്റെ തലയിലേക്കുള്ളൊരു ചവിട്ടുണ്ട്, ടം സ്റ്റോംപ്. അതൊരു രക്ഷയുമില്ല കേട്ടോ. പിന്നെ ബ്രോക്ക് ലെസ്നർ ആകട്ടെ ഒരുപാട് ശക്തിയുള്ള പോരാളിയാണ്. അദ്ദേഹത്തിൻ്റെ എടുത്ത് ബാക്കിലേക്കൊരു എറിയുണ്ട്, ജർമ്മൻ സൂപ്പർലാക്സ്. അതൊരു രക്ഷയുമില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ എതിരാളി വീഴുമെന്നതിൽ ഒരു സംശയമില്ല. പിന്നെ എതിരാളികളിലെ പൊക്കി കറക്കി നിലത്തിലേക്കൊരു ഇടലുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ എതിരാളി നോക്കൗട്ടാണ്. അണ്ടർടേക്കർ, റോമൻ റെയ്ൻസ്, സെത്ത് റോളിൻസ്, ജോൺ സീന, ട്രിപ്പിൾ എച്ച് എന്നിവ തുടങ്ങിയ എല്ലാവരും അവസാനത്തിൽ
ഗോൾഡ്ബർഗ് വരെ ബ്രോക്ക് ലെസ്നർ തോപ്പിച്ചിട്ടുണ്ട്. ഗോൾഡ്ബർഗിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തന്നേക്കാൾ എത്രയോ ഭാരമുള്ള വ്യക്തികളിലെ ഒറ്റ ഷോൾഡറിൽ പൊക്കി, ഒറ്റ കഴുത്തിൽ തോളത്ത് പൊക്കി മുകളിലേക്ക് നിർത്തി നാളേക്കൊരു ഇടലുണ്ട്. അത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഇതൊക്കെ ഫേക്കാണെങ്കിൽ കൂടിയും ഇത്തരം കാഴ്ചകൾ നമുക്ക് കൗതുകം തോന്നുന്നതാണ്. ഇവർ മുൻകൂട്ടി തന്നെ തീരുമാനിക്കും കേട്ടോ, ആര് ജയിക്കണം, എങ്ങനെ ജയിക്കണം, ഏതൊക്കെ മൂവ്മെൻറ്റ് എപ്പോൾ ചെയ്യണമെന്ന്, ഏതൊക്കെ രീതിയിൽ കഥ മെനയണം. ഒരുപാട് സ്റ്റോറി ഉണ്ട് ഇവർക്ക്. അണ്ടർടാക്കറും കെയ്നും തമ്മിൽ സഹോദരങ്ങളായൊരു വലിയ കഥ, ഷീൽഡ് ഉണ്ടാകുന്നതും ഷീൽഡ് മുറിയുന്നതുമായ വേറൊരു കഥ, ത്രിബിളച്ചും ബറ്റിസ്റ്റ, റാൻഡി ഓർട്ടൻ എന്നിവരുടെ ടീം അടങ്ങുന്ന വേറൊരു കഥ. അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഇവർക്ക് തമ്മിൽ. പിന്നെയും ഉണ്ട് ഒരുപാട് കഥകൾ. ബ്രേ വൈറ്റിൻ്റെ കഥ. ബ്രേ വൈറ്റ് മരിച്ചത് എല്ലാവരുടെയും കണ്ണിൽ ഒരു കണ്ണുനീരിന് കാരണമായൊരു കഥയാണ്. പിന്നെയും ഉണ്ട് ഒരുപാട് പേര്. ബറ്റിസ്റ്റ എല്ലാവരുടെയും മുന്നിൽ ഒരു അനിമലായിരുന്നു. ബറ്റിസ്റ്റയുടെ ശരീരവും അദ്ദേഹത്തിൻ്റെ ആ മൂവ്മെൻറ്റും ബറ്റിസ്റ്റ ബോംബും ഒന്ന് വേറെ തന്നെയായിരുന്നു. പിന്നെയും ഉണ്ട് WWE ഒരുപാട് പേർ. സി എം പങ്ക് 2013 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സമയം തന്നെയായിരുന്നു. അതിനുശേഷം അദ്ദേഹം WWE കുറച്ചു കാലം മാറി നിന്ന് 2022 ആകുമ്പോഴേക്കും തിരിച്ചു കയറി. എഡ്ജും അതേപോലെ തന്നെയായിരുന്നു. എഡ്ജും WWE തൻ്റെ പ്രൈം ടൈമിൽ നിന്ന് കുറച്ചു കാലം മാറി നിന്നു. പിന്നെ ബിഗ് ഷോൻ്റെ ചോക്ക് സ്ലാം അതൊന്നും വേറെ തന്നെയാണ്. ബിഗ് ഷോൻ്റെ കൈ കൊണ്ടുള്ളൊരു പഞ്ചുണ്ട്, അത് കിട്ടിയാൽ അവിടെ തന്നെ തീർന്നു. പിന്നെ ദ ഗ്രേറ്റ് കാളി. WWE ഇന്ത്യയുടെ അഭിമാനമായിരുന്നു ഗ്രേറ്റ് കാളി. അദ്ദേഹത്തിൻ്റെ ചോക്ക് സ്ലാം ഒന്ന് വേറെ തന്നെയായിരുന്നു. റെഡ് പാൻറ് ഇട്ടാൽ ഗ്രേറ്റ് കാളി ഒരു കൊമേഡിയനാണ്. എന്നാൽ ബ്ലാക്ക് പാൻറ് ഇട്ടാലോ അദ്ദേഹം ഭയങ്കര ഡേഞ്ചറാണ്. പിന്നെയും WWE ഒരുപാട് പേരുണ്ട് കേട്ടോ. ത്രിബിളച്ച് ചുറ്റി കഴിച്ച് അടിക്കുന്നതും ത്രിബിളച്ചിൻ്റെ ആ എൻട്രിയും ആ വെള്ളം കുടിച്ച് തുപ്പിയിട്ടുള്ള വരവും അതൊന്ന് വേറെ തന്നെയാണ്. ഷഗളഗുബൈ എന്ന് പറഞ്ഞൊരു BGMും അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. പിന്നെ ഡാനിയൽ ബ്രയൻ യെസ് എന്ന് പറഞ്ഞ് വരുന്ന വരവും ഡാനിയൽ ബ്രയൻ്റെ കിക്കും അതൊന്ന് വേറെ തന്നെയാണ്. ഒരുപാട് പേര് ഇനിയും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് പ്രിയപ്പെട്ട WWE റെസ്ലർ ആരാണ്? കമൻറ്റ് ചെയ്യൂ. എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബും ചെയ്യൂ.